കണ്ണൂർ നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരമായി നിർമ്മിച്ച പാർക്കിംഗ് കോംപ്ലക്സ് ഉപയോഗിക്കാൻ സാധിക്കാതെ നശിക്കുന്നു. കോടികൾ മുടക്കി 5 വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ച 95% പൂർത്തിയായെങ്കിലും വൈദ്യുതീകരണം പൂർത്തിയായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ അലംഭാവമാണിത് പ്രവർത്തന യോഗ്യമാകാത്തതിന് പിന്നിലെന്ന് കോർപ്പറേഷൻ പറയുന്നു. ഉത്തര മലബാറിലെ പ്രധാന നഗരമായ കണ്ണൂരിലെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് വാഹന പാർക്കിംഗ്. മലയോര മേഖലയിൽ നിന്നും ജില്ലാ ആസ്ഥാനത്ത് സ്വന്തം വാഹനത്തിൽ എത്തുന്നവർ ഇതുമൂലം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. ഇതിന് പരിഹാരമായാണ് കണ്ണൂർ കോർപ്പറേഷൻ ലോകോത്തര നിലവാരമുള്ള പാർക്കിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചത്. 95% നിർമ്മാണം പൂർത്തിയായിട്ട് 1 വർഷത്തിന് മുകളിലായിട്ടും ഇപ്പോഴും ഇത് നോക്കുകുത്തിയായി നിലകൊള്ളുകയാണ്. 2019 അമൃത് പദ്ധതിയുടെ ഭാഗമായാണ് കോടികൾ ചെലവഴിച്ച് പാർക്കിംഗ് കോംപ്ലക്സ് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ 5 വർഷം കഴിഞ്ഞിട്ടും ഇത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല. പാർക്കിംഗ് ഇപ്പോഴും പൊതുനിരത്തിൻ്റെ വശങ്ങളിൽ തന്നെ. പാർക്കിംഗ് കോംപ്ലക്സിൻ്റെ വൈദ്യുതീകരണം കൂടി പൂർത്തിയായാൽ പദ്ധതി ജനങ്ങൾക്ക് ഉപകാരപ്പെടും. പക്ഷേ 2019 കരാർ നിരക്കിൽ പണി പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്നാണ് കരാറുകാരൻ പറയുന്നത്. എന്നാൽ കോർപ്പറേഷന് സ്വന്തം ഇഷ്ടപ്രകാരം കരാർ തുക വർദ്ധിപ്പിക്കാൻ സാധിക്കില്ലെന്നും സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണമെന്നുമാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത്. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ MLAയും മന്ത്രിയുമായ കടന്നപ്പള്ളി രാമചന്ദ്രനെ കൂട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ കണ്ടെങ്കിലും പദ്ധതി ഇപ്പോഴും തുലാസിൽ തന്നെ. ഇതിനൊരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് സർക്കാർ ഇടപെട്ടാൽ മാത്രമേ പറ്റൂ. അപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അപ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് ചെറിയൊരു എമൗണ്ട് വേരിയേഷൻ വരും. അത് കരാറുകാരൻ നഷ്ടം സഹിക്കാൻ തയ്യാറില്ല എന്ന് പറയുമ്പോൾ വലിയ ഏകദേശം 2 മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കൂടി 11 കോടിയോളം രൂപ ചെലവഴിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പദ്ധതിക്ക് ഒരു 5-10 ലക്ഷം രൂപ അധികം കൊടുക്കേണ്ടി വരും. പക്ഷേ കോർപ്പറേഷൻ നിലവിൽ അത് കൊടുക്കാൻ പറ്റില്ല. സർക്കാരിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. ആ അനുമതിക്ക് വേണ്ടി ഗവൺമെൻറ്റിൽ കൊടുത്തെങ്കിലും ഗവൺമെൻറ് ഈ കാര്യത്തിൽ വളരെ ഉദാസീനമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. നിലവിൽ സർക്കാരിൻ്റെ ഒരു തീരുമാനം അനുകൂലമായി വരാത്തത് കൊണ്ട് മാത്രമാണ് ആ പ്രവൃത്തി ഇപ്പോഴും അനിശ്ചിതമായി നിൽക്കുന്നത്. പാർക്കിംഗ് കോംപ്ലക്സിന് ചുറ്റും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ എപ്പോൾ പാർക്ക് ചെയ്യാനാകും എന്നത് ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ്. നിലവിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഇടത്താവളമാണിവിടെ. മദ്യപാനവും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും നടത്താനുള്ള താവളമായി മാറിക്കഴിഞ്ഞു കോടികൾ മുടക്കിയ പാർക്കിംഗ് കോംപ്ലക്സ്. അമൃത ന്യൂസ്, കണ്ണൂർ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വാർത്ത റിപ്പോർട്ട് ചെയ്ത് വിക്ടർ ജോസഫ് ചേരുകയാണ്. വിക്ടർ, സംസ്ഥാനത്തുടനീളമുള്ള ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ അത് വലിയ കോടികൾ മുടക്കി ഇത്തരത്തിൽ നിർമ്മാണം ആരംഭിച്ച് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത് ഇത് ആദ്യത്തെ കാര്യമല്ല. എന്തായാലും ഈ പ്രശ്നത്തിന് അതൊരു ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ്. ഒപ്പം തന്നെ ഇതിന് ഏറ്റവും പ്രധാനമായി നഗരസഭ ആരോപിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഇതിൽ പഴിചാരുന്നത്. എന്താണ് സത്യത്തിൽ വിക്ടർ അവിടെ കണ്ടത്? വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള നവീകരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കണ്ണൂർ ജില്ലയിൽ കോടികൾ ചെലവിട്ട് പദ്ധതികൾ കൊണ്ടുവരുമെങ്കിലും അത് പൂർത്തീകരണത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് വളരെയേറെ കാലമായി കേൾക്കുന്ന ഒരു ആക്ഷേപമാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് കണ്ണൂർ കോർപ്പറേഷൻ കോടികൾ ചെലവിട്ട് പണിതിരിക്കുന്ന ഈ പാർക്കിംഗ് കോംപ്ലക്സ് ഇതുവരെയും ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത രീതിയിൽ അത് തുറന്നു കൊടുക്കാൻ പറ്റാതിരിക്കുന്നത്. കാരണം കണ്ണൂർ നഗരം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇതിൽ പാർക്കിംഗ് സൗകര്യമില്ല എന്നുള്ളത്. ഇതിനെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 2019 ഈ കോംപ്ലക്സിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. 95% പണിയും പൂർത്തിയായി കഴിഞ്ഞു. ഇനി വൈദ്യുതീകരണം മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ഒരു അലംഭാവം അത് വളരെ വലുതാണെന്ന് കോർപ്പറേഷൻ മുൻ മേയർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2019 കരാർ തുക പ്രകാരം ഇനി വീണ്ടും ഇപ്പോൾ ഇതിൻ്റെ വൈദ്യുതീകരണം നടക്കില്ല എന്നാണ് കരാറുകാരൻ പറയുന്നത്. പക്ഷേ കോർപ്പറേഷന് സ്വന്തം നിലയ്ക്ക് ഒരിക്കലും ഈ തുക വർദ്ധിപ്പിച്ച് നൽകാൻ സാധിക്കില്ല. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം. പക്ഷേ നിരവധി തവണ സംസ്ഥാന സർക്കാരിനെ നേരിട്ട് ബന്ധപ്പെട്ടെങ്കിലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അടക്കം പോയി കണ്ടെങ്കിലും ഇതുവരെയായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയും കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ഒരു പാർക്കിംഗ് കോംപ്ലക്സ് ജനങ്ങൾക്ക് ഉപകാരമില്ലാതെ ഇപ്പോഴും തുരുമ്പെടുത്ത് നശിക്കുന്നത്. മാത്രമല്ല സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും
രാത്രി കാലഘട്ടങ്ങളിൽ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ കോർപ്പറേഷനും ഇതിന് ഉചിതമായൊരു നടപടി എടുത്തില്ലെങ്കിൽ ഈ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയും അതും ഒരു ജലരേഖയായി മാറാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്.